PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പോസ്റ്റാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ് എക്സാം. ഓക്കെ, കാറ്റഗറി നമ്പർ 527/2024 ആയിരുന്നു. ഓക്കെ, അതിൻ്റെത് എക്സാം നടന്ന് 2025 8-ാം മാസം. ഓക്കെ, 2/8/25 എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. എഫക്റ്റ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് ആക്റ്റീവായി തുടങ്ങുന്ന എപ്പോഴും 11/5 മുതൽ. ഓക്കെ, ഈ ആഴ്ച ആദ്യത്തെ തിങ്കളാഴ്ച മുതലായിരുന്നു. ഓക്കെ, എഫക്റ്റാണ്. അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് നോക്കാം. ഏകദേശം 436 പേരാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അത് മെയിൻ ലിസ്റ്റ് പ്ലസ് റിസർവേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വരുന്നത് 197 പേരാണ്. 197 ആൾക്കാരേ ഉള്ളൂ ഇവിടെ മെയിൻ ലിസ്റ്റിൽ. അതിലെല്ലാ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ 82 മാർക്സാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 82 മാർക്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർക്കുക. അപ്പം ഇതിനകത്ത് ഓരോരോ മാർക്ക്, ഓരോ പോയിൻ്റ് വൈസ് മാർക്കാണ് പോയേക്കുന്നത് അല്ലേ. നമ്മുടെ ആ സമയത്തെ പെർഫോമൻസ്, നെഗറ്റീവ് മാർക്കിങ്സ് ഒക്കെയാണ് അവിടെ ആവുന്നത്. നമ്മളിതെല്ലാം ഈ 82 മുതൽ 76, 79 പഠിച്ചതൊക്കെ തുല്യ പഠിത്തമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ ആ സമയത്ത് എഴുതുന്ന ഒരു വ്യത്യാസം, ഒരു പോയിൻ്റ് വ്യത്യാസം, നെഗറ്റീവ് മാർക്കാണ്. ഇതെല്ലാം നമ്മുടെ ആ സമയത്തെ മാർക്കാണ് പോകുന്നത്. ഓക്കെ, ബി ക്വയറ്റ്, കാം ആൻഡ് കൂളായിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കണം അപ്പോഴും. അതാണ്. അപ്പോൾ ഇവിടെ 197 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ലിസ്റ്റിലും ഉണ്ട്. റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാരുമുണ്ട്. ഈഴവ കാറ്റഗറിയിൽ നിന്നും ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ OBC, മറ്റ് എഴുത്തച്ഛൻ വിഭാഗം, വിശ്വകർമ്മ എല്ലാം ഇതിലുമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിയമനങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നുണ്ട്. അങ്ങനെ റൊട്ടേഷൻ വൈസ് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 70 മാർക്സ് വരുന്നു. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഇവിടെ 197 പേര് മെയിൻ ലിസ്റ്റിലുണ്ടല്ലേ. അത്രയും പേരുടെ എന്ന് പറയുമ്പോൾ ഈ ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുന്നുണ്ടല്ലേ, ഈഴവ കാറ്റഗറി 68 മാർക്ക് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിന് മുന്നേ മാർക്കുള്ള ആൾക്കാർ ഇവിടെ ഈഴവ 68 കണ്ട് 63.33. അപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ, മെയിൻ ലിസ്റ്റിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ എന്ത് നടക്കുകയുള്ളൂ, നിയമനം നടക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫസ്റ്റ് റാങ്ക് വന്നു എന്ന് കരുതി നിയമനം കിട്ടുമോ? ഇല്ല. മെയിൻ ലിസ്റ്റിലെ ആൾക്കാർ കഴിഞ്ഞതിന് ശേഷമേ, ഉദാഹരണം ഈഴവ ലിസ്റ്റിലുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററിയിലേക്ക് തിരിഞ്ഞ് നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോക്കണം. അപ്പോൾ നമ്മുടെ മാർക്ക് എപ്പോഴും നമ്മൾ 6 ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ആയി. അവിടെ 68 തന്നെയാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ SC കുറേയധികം പേര് ഇവിടെ ഉണ്ടാവും, മെയിൻ ലിസ്റ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഈ ഇതിലേക്ക് കടക്കുകയുള്ളൂ, അല്ലാതെ ഫസ്റ്റ് റൊട്ടേഷൻ ഇങ്ങോട്ട് വരില്ല. ഓക്കെ, ഷെഡ്യൂൾ ട്രൈബ് ST ആണത്. നിങ്ങളുടെ മാർക്കിനകത്തുണ്ടോ എന്ന് നോക്കാം. ലിസ്റ്റ് ഞാൻ പതിയെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. മുസ്ലിം കാറ്റഗറി അതും എത്രയാണ്, 68 തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ 68 ആണ് റിസർവേഷൻ ഇട്ടേക്കുന്നത്. ബാക്കി അപ്പോൾ മെയിൻ ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും എത്ര വേണം, 80+ മാർക്കിന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ 70-ലെങ്കിലും എത്തൂ. അപ്പോഴെങ്കിലും ലിസ്റ്റിൽ വരുള്ളൂ. ഓക്കെ, ലിസ്റ്റിൽ വന്നിട്ട് കാര്യമുണ്ടോ? ലിസ്റ്റിൽ വന്നാൽ റൊട്ടേഷൻ വെച്ച് കിട്ടണം. എത്ര നിയമനമുണ്ടോ, അതിൻ്റെ ആനുപാതികം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. ഇതൊക്കെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അത് ഈ മെയിൻ ലിസ്റ്റിൽ അധികമൊന്നും കാണുകയില്ല. ഈ 47 വേണം ഒരു എണ്ണം കയറിപ്പോവും. അങ്ങനെ എത്രയോ ഭാഗ്യവാന്മാരുണ്ടെന്നറിയാമോ? എനിക്കങ്ങനെ അറിയാവുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഇപ്പോൾ നമ്മൾ 2 or 3 years ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടത് ഒന്ന് ചെക്ക് ചെയ്തിട്ട്, പഴയ ആൾക്കാരുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പ്രൊഫൈലിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമല്ലോ, മാർക്ക് കൊടുക്കുന്ന സ്ഥലത്ത് പ്രൊഫൈലിൽ കയറി അതിൻ്റെ ലിസ്റ്റിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ പോയി വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പറ്റുന്നില്ല എന്ത് ചെയ്യണം, നമ്മൾ എവിടുന്ന ഈ അക്ഷയ കേന്ദ്രത്തിലോ പോയി അവരെ കൊണ്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, കാരണം മെയിൻ ലിസ്റ്റിലെ വെക്കൻ സെക്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റ് 197 ആണ്. സപ്ലിമെൻ്ററി ലിസ്റ്റ് 108 പേര്. ഓക്കെ, 136 പേരുണ്ട്. അപ്പോൾ നോക്കാം എത്ര പേര് കിട്ടും നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, 80+ എബോവ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ലിസ്റ്റാണ്. താങ്ക് യു.